നമസ്കാരം. VPR കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആ കപ്പത്തോട്ടത്തിലാണ്. അപ്പോൾ ബീൻസ് കൃഷി ചെയ്ത ആ കപ്പത്തോട്ടത്തിൽ ഇപ്പോൾ ബീൻസ് എല്ലാം പറിച്ച് തീർന്നു. ഒരു 3-4 മാസത്തിനകം നമുക്ക് ഈ കപ്പയുടെ വിളവെടുപ്പ് നടത്താം. ഈ കൃഷി ഞങ്ങൾ ചെയ്തത് ഒരു കൂട്ടുകൃഷിയായിട്ടാണ്. അപ്പോൾ ഈ 4 പേര് കൂടി ചെയ്ത ഈ കൃഷി ഇവിടെ ബീൻസ് കൃഷി വലിയ വിജയമായിരുന്നു. കപ്പ കൃഷി വിജയമാണോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ 3-4 മാസം കാത്തിരിക്കണം. അപ്പോൾ ഈ ബീൻസ് കൃഷി വലിയ വിജയമായതുകൊണ്ട് ഈ നാട്ടിലെല്ലാവർക്കും ആ ബീൻസ് ഉപയോഗിക്കാൻ പറ്റി. കാരണം വിഷമടിക്കാത്ത ബീൻസാണല്ലോ, ഉപയോഗിക്കാൻ പറ്റി. വളരെ ഇഷ്ടപ്പെട്ടു ഈ നാട്ടിലുള്ള ആളുകൾക്ക് മുഴുവൻ. അപ്പം ഞങ്ങളുടെ വീടിനടുത്ത് കുറച്ച് സ്ഥലം പാഴായിട്ട് കൃഷിയൊന്നും ചെയ്യാതെ കിടന്ന കുറച്ച് സ്ഥലം, 1/2 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഒരു കൃഷി ചെയ്താലോ എന്ന് കുറേ ആളുകൾ കൂടിയിട്ട്, കുറേ കുടുംബങ്ങൾ കൂടിയിട്ട്, കുടുംബശ്രീയിൽ പെടുന്ന ആളുകളൊക്കെ കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തു. അവരാ സ്ഥലം പങ്കിനെടുത്ത് ഇതുപോലെ കുറച്ച് കുറ്റി ബീൻസ് നടുന്നതിന് വേണ്ടി വാരമെടുത്ത് ബീൻസും വാങ്ങി, അതുപോലെ തട്ടാമ്പയറും വാങ്ങി അവർ കുഴിച്ചിട്ടു. ഇപ്പോൾ അതിൻ്റെ വിളവെടുപ്പിൻ്റെ സമയമായിട്ടുണ്ട്. സൂപ്പർ കൃഷിയാണ്, നന്നായിട്ട് കായ്ച്ചു കിടക്കുന്നു നമ്മുടെ ബീൻസ്, കുറ്റി ബീൻസ്. അപ്പോൾ ഞാൻ ഇന്നലെ പോയി കണ്ടായിരുന്നു. വലിയ പ്രചാരത്തിലാണ് ഈ കൃഷി കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഈ വിവരം നിങ്ങളിലെത്തിക്കണമല്ലോ. അപ്പോൾ ഞാനും കൂടി ബന്ധപ്പെട്ട ഒരു കൂട്ടുകൃഷിയുടെ വിജയം കണ്ട ആളുകൾക്ക് പ്രചോദനമായിട്ട് മറ്റൊരു കൂട്ടുകൃഷി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് അറിയണമല്ലോ, നിങ്ങളത് കാണണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് അവരുടെ കൂട്ടുകൃഷി സ്ഥലത്തേക്ക് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ പയറ് കൃഷി. അല്ല, ഇത് കുറ്റി ബീൻസാണ്. ഉണ്ടാകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, എന്നാൽ പറിക്കാറായിട്ടുമുണ്ട്. ഇത് കണ്ടില്ലേ, പറിക്കാറായതുണ്ട്, ഉണ്ടാകാൻ തുടങ്ങിയതും ഉണ്ട്. നല്ല കൊഴുപ്പിലാണ് നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ, നല്ല കൊഴുപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഴയുള്ളത് കൊണ്ടാണ് ഇത്രയും കൊഴുപ്പായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചൊന്നും അല്ല കേട്ടോ. അതുപോലെ പയർ, ഈ നിൽക്കുന്നു പയർ, ഇതാണ് തട്ടാമ്പയർ. ഈ പയർ നന്നായിട്ട് ഒരു പ്രദേശമാകെ തന്നെ പടർന്ന് പന്തലിച്ചങ്ങ് പോവും. എന്നിട്ട് അതിൻ്റെ അകത്തു നിന്നാണ് പയറുണ്ടാകുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ചെറിയ രീതിയിലല്ല, ഒരുപാട് ബീൻസ് ഇവിടെ നട്ടിട്ടുണ്ട്. അത്യാവശ്യത്തിന് കുറച്ച് പേര് കൂടിയിട്ട് ഉണ്ടായ ഒരു ഐഡിയ അങ്ങോട്ട് രൂപപ്പെടുത്തി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നടാനാണെങ്കിൽ ഏതാണ്ട് 1/2 ഏക്കർ സ്ഥലമുണ്ട്. അത് മുഴുവൻ നട്ടിട്ടൊന്നുമില്ല, കുറച്ചേ നട്ടിട്ടുള്ളൂ. ഇത് കണ്ടോ പയർ കാച്ചി കിടക്കുന്നത്. ഇത് കണ്ടോ, ഇത് കണ്ടോ പയർ കാച്ചി കിടക്കുന്നത് കുറ്റി ബീൻസ്. ഒരു 3 പ്രാവശ്യം വിളവെടുപ്പ് നടത്താം മൊത്തം. ഞങ്ങൾ കണ്ടെത്തൽ എങ്ങനെയാണ് ചെയ്തത്. 3 കഴിഞ്ഞാൽ പിന്നെ 4-മത്തെ പ്രാവശ്യം കാര്യമായിട്ടൊന്നും കിട്ടത്തില്ല, എന്നാൽ അല്പസ്വല്പമൊക്കെ കിട്ടുകയും ചെയ്യും. ഇവിടെ മുതൽ ആരംഭിച്ച് ഇങ്ങനെ താഴോട്ട് പോവുക. ഇത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇത് കണ്ടോ. ഇത് കണ്ടോ, താഴോട്ട് പോവുക. കാടുണ്ട്. ഈ കാടെല്ലാം പറിച്ചു മാറ്റി ഇതെല്ലാം ഒന്ന് ഒരുക്കിയിട്ടാൽ ബമ്പർ വിളവായിരിക്കും കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഇത് കണ്ടോ, ഇങ്ങനെയാണിത് പോകുന്നത്. ഇത് പയറാ, പക്ഷെ ഇത് ചോലയ്ക്കകത്തായിപ്പോയി. മൂത്തു പോകുന്നതിനേക്കാൾ നല്ലത് പിഞ്ചായിട്ട് പറിക്കുന്നതാണെന്നാണ് ഉപയോഗിക്കുന്നവരെല്ലാവരും പറയുന്നത്. ഇത് കണ്ടോ, ആ സൈഡിൽ മുഴുവൻ പയറും നടുവിലുള്ളത് കുറ്റി ബീൻസും. ഇതൊക്കെ കുറ്റി ബീൻസാണ്. നമ്മളിങ്ങനെ ഇറക്കത്തിലേക്ക് പോവുകയാണ് കേട്ടോ. സ്ഥലം ഒരല്പം കയറ്റിറക്കമുള്ള സ്ഥലമാണ്. കാട് ചെത്തിയില്ലെങ്കിലും വിളവുണ്ടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി താഴോട്ട് പോവാം. അതെ, വീണ്ടും നമ്മളിങ്ങനെ താഴോട്ട് പോവുകയാണ്. ഇത് പയറാട്ടോ. പയർ 1 മാസത്തോടെ കഴിഞ്ഞ് കായുണ്ടാവുള്ളൂ. ഈ ഏരിയയിൽ നിൽക്കുന്നതും പയറാണ്. വീണ്ടും നമ്മൾ താഴോട്ട് പോവുകയാണ്.
ഇത് കണ്ടില്ലേ, പയറിൻ്റെ ഇത് ബെസ്റ്റ് കറി വയ്ക്കാൻ ഏറ്റവും നല്ലതാണ് ഈ പയറിൻ്റെ കഴുത്ത്. എന്ന ടേസ്റ്റാണെന്നറിയാം ഈ പയറിൻ്റെ കഴുത്ത് കറി വെച്ചാൽ. ഒക്കെ ഞങ്ങളൊക്കെ ഈ നാട്ടിലുള്ള ആളുകൾ ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ്. ഒരു വിഷവും ഇല്ല, വിഷം ഇന്നുവരെ അടിച്ചിട്ടേ ഇല്ല. ഇവിടെ തീരുക, ഈ വീടിൻ്റെ മുകൾഭാഗത്തായിട്ട് തീരുക. ഇതും പയറാണേ. ഇത് പയറാ. ഒരു സൈഡിൽ പയറും ഒരു സൈഡിൽ ബീൻസും. ഇത് ബീൻസ്, ഇത് പയർ. അപ്പോൾ നമ്മളിങ്ങനെ കയറ്റം കയറി മുകളിലേക്ക് പോവുകയാണ്. പരിശ്രമം ചെയ്യുകയാണെങ്കിൽ എന്ത് വേണമെങ്കിലും ഉണ്ടാകുന്ന നല്ല സുന്ദരമായ കാലാവസ്ഥയും നല്ല മണ്ണും. ഇതാണ് ഞങ്ങളുടെ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറയുന്നത്. ഒട്ടും വിഷമടിക്കാതെ ഈ കൃഷികളൊക്കെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നിരപ്പിൽ വന്നു കഴിഞ്ഞു. നിരപ്പിൽ നിന്നും താഴോട്ട് പോയി. അത് കഴിഞ്ഞ് നമ്മൾ മേളിലേക്ക് വന്നു. ഈ കൃഷിയുടെ പൂർണ്ണമായ വിവരങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു കൃഷി വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.